നിങ്ങൾ കോടതി പോയി മേടിച്ചാൽ മതി എന്ന് അന്നുണ്ടായിരുന്ന മാമിടി സുരേഷ് അദ്ദേഹമാണ് അങ്ങനെ വന്ന് പറഞ്ഞത്. സവർണ്ണ മേധാവിത്വത്തിലുള്ള ആൾക്കാർ ഇങ്ങനെ ദളിതരോട് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ എന്നുള്ളതാണ് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം. അദ്ദേഹം ഇന്നലെ പറഞ്ഞതാണ്, വില്ലേജ് ഓഫീസർ വെറുതെ നിങ്ങൾക്ക് ഇത് എഴുതി തന്നെയാണ്. ഇതാ ഒരു ക്ലോസാണ് എന്നിട്ടും പറഞ്ഞ് പിന്നെയും പറഞ്ഞ് കേട്ടിട്ടാൻ പോവാം. കുളക്കട ഗ്രാമപഞ്ചായത്തിലെ മാവടിയിലുള്ള 10ഓളം പട്ടികജാതി കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു ഭാഗത്താണ് ഞാനുള്ളത്. കഴിഞ്ഞ ദിവസം ഒരു പ്രശ്നം നടന്നു. കാരണം ഈ പ്രദേശത്ത് ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ സമീപത്തുള്ള ഒരു വഴിയിലൂടെ യാത്ര ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ളൊരു ഭൂമി തർക്കമുണ്ട്. ഈ തർക്കത്തിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ചാണ് ഞങ്ങൾ എത്തിയത്. ഏതായാലും നമുക്ക് ഇവിടുത്തെ ഈ ഒരു ആൾക്കാരോട് നമുക്ക് ചോദിക്കാം, എന്തായിരുന്നു ഈ തർക്കങ്ങളുടെ പ്രശ്നം. ഈ ക്ഷേത്രത്തിന് മുന്നിലൂടെയുള്ള വഴിയുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ളൊരു സംഘർഷാവസ്ഥയിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ശരിക്കും ഞങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു, വലിയ രീതിയിൽ ഇന്നത്തെ കാലത്തും അല്ലെങ്കിൽ ഇത്തരത്തിൽ രണ്ട് വിഭാഗങ്ങൾ അല്ലെങ്കിൽ ഒരു സവർണ്ണ മേധാവിത്വത്തിലുള്ള ആൾക്കാർ ഇങ്ങനെ ദളിതരോട് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ എന്നുള്ളതാണ് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം. ശരിക്കും എന്തായിരുന്നു അവിടെ സംഭവിച്ചത്? ഇത് സാധാരണ ഞങ്ങൾ 50-ലേറെ വർഷം കൊണ്ട് നമ്മൾ സഞ്ചാരയോഗ്യമായി ഉപയോഗിക്കുന്ന ഒരു ഒറ്റ വഴിയേ ഉള്ളൂ. ഇപ്പം മരണപ്പെട്ടാലോ അല്ലെങ്കിൽ ഒരു രോഗം ബാധിച്ചാലോ ഇത് കൊണ്ടുപോകാൻ സമ്മതിക്കുന്നില്ല. സമ്മതിക്കാത്ത ഒരു കാരണം അമ്പലത്തിൻ്റെ ആണ് എന്നുള്ള രീതിയാണ്. പക്ഷേ പഞ്ചായത്ത് രേഖയിലും വില്ലേജ് രേഖയിലും പഞ്ചായത്തിൽ പറയുന്നുണ്ട് ഇത് നമ്മുടെ പഞ്ചായത്ത് ആവശ്യപ്പെട്ട വഴിയാണ് എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ സ്വാഭാവികമായിട്ട് ഒരു ക്ഷേത്രത്തിന്റെ മുന്നിലൂടെ ബോഡി കൊണ്ടുവന്നതൊക്കെ തർക്കം വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതെ, തർക്കം വരുന്നതാണെങ്കിൽ അവർക്ക് ചുറ്റുമതിലിട്ട് ആ തർക്കം പരിഹരിച്ച് പോകേണ്ട വഴി ഇടാന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഇത് നമുക്ക് തരുത്തില്ല എന്നുള്ളൊരു ധാർഷ്ട്യമാണ്. അതായത് മനുഷ്യന്മാർ തമ്മിൽ അങ്ങോട്ട് നിങ്ങൾ പോകണ്ട, നേരത്തെ ഇരുന്ന പ്രസിഡന്റ് സെക്രട്ടറി ആണെങ്കിലും ഈ സെയിം കാര്യം തന്നെയാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കൊട്ടാരക്കര താലൂക്കിൽ ഒരു അദാലത്ത് വിളിച്ചപ്പോഴും ഇവർ ഈ കാര്യമാണ് പറഞ്ഞത്, നിങ്ങൾ കോടതി പോയി മേടിച്ചാൽ മതി എന്ന് അന്നുണ്ടായിരുന്ന സെക്രട്ടറി ആയിട്ടിരുന്ന മറ്റേ മാമിടി സുരേഷ് അദ്ദേഹമാണ് അങ്ങനെ വന്ന് പറഞ്ഞത്. അത് തെറിയോടുകൂടിയാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ ഇതിങ്ങനെ പറയുമ്പോൾ നമുക്കൊരു അറപ്പുണ്ട്. കാരണം എത്രയാണെന്നും പറഞ്ഞാൽ നമ്മളിത് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു വഴി അല്ലാതെ മറ്റു വഴിയുണ്ടോ? ഇല്ല, നിലവിൽ ഇത് ഒറ്റ വഴിയേ ഉള്ളൂ. അല്ല, അവരോട് ഞങ്ങൾ ആവശ്യപ്പെട്ട് ചോദിച്ചിരുന്നു. അപ്പോൾ ഇതിലെ കൂടെ 2 വഴിയുണ്ടെന്ന് വേറെ പറഞ്ഞിട്ടുണ്ട്. 2 വഴിയില്ല, അത് വില്ലേജുകാർ പറയുന്നുണ്ട് ഈ ഒരു ഒറ്റ വഴിയേ ഉള്ളൂ. ഈ താഴത്തെ വഴിയിലാണ് കോൺക്രീറ്റ് ചെയ്തേക്കുന്നത്. പകുതി കൊണ്ട് കോൺക്രീറ്റ് ചെയ്ത് താഴേക്കുള്ളൂ. അത് പഞ്ചായത്തുകാർ പറയുന്നത് എന്താ, അത് നടപ്പാതെയാണ്. അത് കൊടുത്തേക്കുന്നത് തൊഴിലുറപ്പ് പദ്ധതിയുടെ 5 ലക്ഷം രൂപ ഫണ്ട് വെച്ചാണ് ചെയ്തേക്കുന്നത്. ഇപ്പോഴും വന്ന് അളന്ന് നോക്കണം, 2.5 മീറ്ററും ഇല്ല, 2 മീറ്ററില്ല, നടപ്പാത പോലെയാണ് അവർ ചെയ്തേക്കുന്നത്. അതെ, അതുപോലെ കിടക്കുന്നത്. ഇത് ഇവിടുന്ന് തുടങ്ങി താഴെ വയലിലെത്തുക. അങ്ങോട്ടും പോകണ്ട, ഇങ്ങോട്ടും വരണ്ട. ഇവിടെ ഉള്ള ആൾക്കാർ അപ്പൊ എങ്ങനെ സഞ്ചരിക്കും? പറന്നു വരുമോ? അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ വരുമ്പോ ഈ അമ്മ ആശുപത്രിയിൽ പോയിട്ട് വരുന്നൊരു വഴിയായിരുന്നു. അപ്പൊ അമ്മ എന്തായാലും ആ വഴി ഇതുവഴി തന്നെയാണ് കയറി വന്നത് അല്ലേ? അപ്പോ നിലവിൽ ഞങ്ങൾ പ്രത്യക്ഷത്തിൽ കണ്ടോണ്ട് നിൽക്കുമ്പോൾ തന്നെ പക്ഷെ അവർ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. നിലവിൽ നിങ്ങൾക്ക് വഴികൾ അനുവദിച്ചിട്ടുണ്ട്. ഈ വരുന്ന ഭാഗത്തൊക്കെ തന്നെ അവരുടെ തന്നെ സ്വത്ത് വകകൾ 2ആയിട്ട് മാറിയിട്ട് ശേഷം നിങ്ങൾക്ക് വഴി തന്നിട്ടുണ്ടെന്ന് പറയുന്നു. തന്നിട്ടുണ്ട്. ഇപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾക്ക് വഴിയില്ല. അതായത് ഈ ബോഡി കൊണ്ടുപോകുന്ന രീതിയിൽ വഴിയില്ല എന്നാണോ അവര്? അല്ലാതെ നടന്നോളി, ബോഡി കൊണ്ടുപോയിക്കൂടാ. ഇതാ ഒരു ക്ലോസാണ് എന്നിട്ടും പറഞ്ഞ് പിന്നെയും പറഞ്ഞ് കേട്ടിട്ടാൻ പോവാന്ന്. എന്തൊക്കെയാണോ അതുക്കുള്ള എനിക്ക് അങ്ങോട്ട് അതുക്കുള്ള കാര്യങ്ങളൊന്നും അങ്ങനെയൊക്കെയാണ്. ഓക്കെ, അപ്പൊ കോടതിയിൽ നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സമീപിച്ചപ്പോ എങ്ങനെയായിരുന്നു? നേരത്തെ ഒരു കോടതിയിൽ ഒരു കോർട്ട് ഫയൽ ചെയ്തതാണ്. നമുക്ക് ഒരു കോർട്ടിൽ ഒരു ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നോട്ടീസ് പറഞ്ഞു, 2 കൂട്ടർക്കും പറഞ്ഞു. നമുക്ക് നോട്ടീസ് ഇതുവരെ വന്നിട്ടുമില്ല. നോട്ടീസ് വരാതെ നമ്മൾ ഹിയറിങ്ങിന് പോയതുമില്ല. ഹിയറിങ്ങിന് പോകാതെ വരുമ്പോൾ ആ കേസ് ഡിസ്മിസ് ആയി പോയെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ആ പേപ്പർ തന്നെയാണ് പഞ്ചായത്തിൽ ഇവർ കൊണ്ടുവന്ന് സമർപ്പിച്ചത്. ഞാനത് ജഡ്ജ്മെന്റ് വായിക്കും. പഞ്ചായത്തുമായിട്ട് ക്ഷേത്രത്തിന്റെ ഭൂമിയായി ബന്ധപ്പെട്ട എന്തെങ്കിലും തർക്കം നിലനിൽക്കുന്നു അല്ലെങ്കിൽ പഞ്ചായത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നേരത്തെ ഇതിനൊരു ഫണ്ട് അനുവദിച്ചിരുന്നു. എൻ്റെ അറിവിൽ 2007 ഇതിനൊരു ഫണ്ട് അനുവദിച്ചു. അന്ന് അമ്പലക്കാര് ഒരു ഇഞ്ചക്ഷൻ ഓർഡർ മേടിച്ചിട്ട് പഞ്ചായത്തുകാരായിട്ടൊരു തർക്കം വന്നു. ആ പേപ്പറാണ് ഇപ്പൊ ഇവരുടെ കയ്യിൽ എക്സ്പാർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വിധി വന്നിരിക്കുന്നത്. അല്ലാണ്ട് നമ്മളായിട്ടോ ഒരു കേസും വഴക്കൊന്നുമില്ല. ഇപ്പൊ അറിയാൻ കഴിഞ്ഞത് പഞ്ചായത്തുകാരോട്ടുള്ള കേസിൽ എക്സ്പാർട്ട് വിധി വന്നത് കൊണ്ടാണ് അവരുടെ കയ്യിലിരിക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ അതിലൊരു കാര്യം കൂടെ ഉണ്ട്. വില്ലേജ് രേഖയിൽ പറയുന്നുണ്ട് 2 സർവേയിൽ പറയുന്നുണ്ട്
മാവടി ശ്രീകൃഷ്ണ ആർച്ച് മുതൽ മാവടി മഹാലക്ഷ്മ കാവ് വരെയുള്ള സ്ഥലം അത് BTR പ്രകാരം 246/5-ലും 245/5-ലും സർക്കാർ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. പൊതുവിലാണ്. ഇപ്പൊ ഈ പൊതുവെ ഇവർ പറയുന്നുണ്ട് ഞങ്ങൾ കരം തീർക്കുന്നുണ്ട്. അതെങ്ങനെ കരം തീർക്കും? കരം തീർക്കുവാണെങ്കിൽ സർക്കാർ എഴുതി കൊടുക്കണം, അല്ലെങ്കിൽ ഒരാൾക്ക് പട്ടയം കൊടുക്കണം. ഇത് കൊടുക്കാതെ അവരുടെ രീതിയിൽ പറയാ. ഇത് ഇന്നലെ തന്നെ മറ്റേ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു സെക്രട്ടറി ഉണ്ട്, അദ്ദേഹം ഇന്നലെ പറഞ്ഞതാണ് വില്ലേജ് ഓഫീസർ വെറുതെ നിങ്ങൾക്ക് ഇത് എഴുതി തന്നെയാണ്. ഒരു വിവരാവകാശം കൊടുത്താൽ ഒരു 8 പഠിക്കാതെ ഒരു വിവരാവകാശം അതിന് മറുപടി കത്ത് തരത്തില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയാണ് ഞാൻ വിദ്യാഭ്യാസം പഠിച്ച് നമ്മൾ ഒരു നിലവിൽ നിൽക്കുന്നത്. ഇതിപ്പോൾ അവർ പറയുന്നത് അവർ വെറുതെ തന്നെയാണ്. അങ്ങനെ വെറുതെ തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു സർക്കാർ ഉദ്യോഗസ്ഥരും അങ്ങനെ കൊടുക്കില്ല. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അവർക്ക് നിയമപരമായ ഇടപെടൽ അതിൽ ഉണ്ടാവും. പക്ഷേ ഇപ്പൊ നിലവിൽ നിങ്ങൾക്ക് ഈ ഒരു വഴി അവർ ഇങ്ങനെ പോകാൻ സമ്മതിക്കുന്നില്ല, അങ്ങനെ എന്താണ് ഇപ്പോൾ അവസ്ഥ? അതെ, നമുക്ക് പോകാൻ സമ്മതിക്കാത്തതെന്ന് വെച്ചാൽ ഇവർ സ്റ്റേജിന് പുറകിൽ ഒരു ബണ്ട് കെട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഇവർക്കൊരു ഉത്സവം വന്നാൽ ഇവരൊരു ഡ്രസ്സിങ് പോലെ ഒരു ചേഞ്ച് റൂം കിട്ടുന്നത് ആ ഭാഗത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ പോയി വരണമെങ്കിൽ തന്നെ അപ്പുറത്ത് വല്ല പുരയിടത്തിൽ കൂടെ കയറണം, അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ തൊട്ട് മുന്നേ കൂടെ കറങ്ങി വരണം. ഇതാണ് നിലവിൽ നടന്നുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇപ്പം എന്തെങ്കിലും വിശിഷ്ട പരിപാടി അമ്പലത്തിൽ നടക്കുവാണെങ്കിൽ ഈ പടക്കം പൊട്ടിക്കുന്ന ചടങ്ങുണ്ട്, അത് ഈ റോഡിലാണ് വെക്കുന്നത്. ഇപ്പം ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു രോഗം വെച്ച ഒരാൾ വരുവാന്നിരിക്കട്ടെ, ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഈ പടക്കം പൊട്ടിക്കുക അത് കഴിയുന്നിടം വരെ അയാൾ കാത്തിരിക്കണ്ടേ? അവിടെ വെച്ച് അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതൊന്നും ഏൽക്കത്തില്ല. ഇത് നമുക്ക് തരത്തില്ല എന്നൊരു ധാർഷ്ട്യമാണ്. ഇപ്പം നിയമപരമായിട്ട് തന്നെ നമ്മൾ നേരിടാനാണ് നമ്മൾ നോക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ പരാതി ഉണ്ടോ ഇതുമായി ബന്ധപ്പെട്ട്? പോലീസ് സ്റ്റേഷൻ അത് തന്നെ ഇന്നലെ 12-ാം തീയതി 12/12/2025 നമുക്കൊരു റീസർവേ പ്രകാരം ഇവിടെ വന്നു. അത് നമ്മളായിട്ട് കൊടുത്ത റീസർവേ അല്ല, പഞ്ചായത്ത് ആവശ്യപ്പെട്ട വഴി ആയതുകൊണ്ട് പഞ്ചായത്തിൽ തന്നെ നമ്മൾ ഒരു റിക്വസ്റ്റ് കൊടുത്തു, നമുക്ക് ഇങ്ങനൊരു വഴി വേണം ചെയ്യണമെന്ന്. പഞ്ചായത്തുകാർ ഇടപെട്ട് അതുപോലെ കളക്ടറേറ്റിലും അതുപോലെ മനുഷ്യാവകാശ കമ്മീഷനും ഇടപെട്ട് നമുക്ക് കൊട്ടാരക്കര താലൂക്കിലേക്ക് ഒരു റീസർവേ കൊടുത്തു. ആ റീസർവേ പ്രകാരം ഇവിടെ അളക്കാൻ വന്നു. അളന്ന് കല്ലിട്ടു. തർക്കഭൂമി ഉള്ള ഭാഗത്ത് താഴോട്ടാണ്, അതായത് അമ്പലത്തിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ കല്ലിട്ടില്ല. അതിന് ശേഷമുള്ള ഭാഗത്ത് കല്ലിട്ടു. ഇന്നലെ അത് കല്ലിടിയിലാണോ കൂടുതൽ പ്രകോപനം? അതെ, കല്ലിടിയിലാണ് അവർക്ക് പ്രകോപനം. അവർ പറയുന്നുണ്ട് 4 മീറ്റർ ഉള്ളത്, പക്ഷേ ഈ രേഖയിൽ പറയുന്നത് 5 മീറ്റർ. അവരുടെ സർവേ പ്രകാരമുള്ള സ്കെച്ചിൽ പറയുന്നുണ്ട് 5 മീറ്റർ. ആ 5 മീറ്ററിൽ അവർ പ്രസിഡന്റും സെക്രട്ടറിയും അതിൻ്റെ അമ്പല ഭാരവാഹികളും മറ്റു പലരും അവിടെ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ഇട്ടത്. അന്നേരം ഒന്നും തർക്കിക്കാത്തവർ ഇന്നലെ അത് കോൺക്രീറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മൾ അവിടെ ചെന്നപ്പോഴാണ് പറയുന്നത് ഈ കല്ലിടണ്ട. ഈ കല്ലെടുത്ത് ദൂരെ വലിച്ചെറിഞ്ഞത് ശങ്കരൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ശശികുമാർ എന്നാണ്. അദ്ദേഹം പാലോട് നിന്നാണ് അറിയപ്പെടുന്നത്. പച്ചക്കറി ശങ്കരൻ നമ്മൾ പൊതുവെ പറയും. അദ്ദേഹം ആ കല്ലെടുത്ത് കളഞ്ഞിട്ട് ഉടനെ പറയുന്നതാണ് നിങ്ങൾ കയറിപ്പോകും. ഇതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഞാൻ കാണിച്ചു തരാം. ഈ ഇദ്ദേഹം കല്ലെടുത്ത് കളഞ്ഞിട്ട് പറയുന്നുണ്ട് കയറിപ്പാൻ. ഈ കല്ല് കളയുന്നതിന് മുന്നേ എന്നോട് പറയുകയും ചെയ്തു ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സെക്രട്ടറിയും പ്രസിഡന്റും ഉണ്ട്, ഒന്ന് വിളിക്കണമെന്ന്. ഞാൻ പറഞ്ഞു ഞാൻ വിളിക്കാം, ഞാൻ വിളിച്ചിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ വെറുതെ തർക്കിക്കേണ്ടതല്ലോ എന്നുള്ള രീതിക്ക് ഞാൻ നമ്മുടെ പ്രസിഡന്റിനെ വിളിച്ചു, രാധാകൃഷ്ണൻ. അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞാനിപ്പോൾ ഇവിടെ ഇല്ല, നമുക്ക് വന്നിട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞു ശരി, നിങ്ങൾ വന്നിട്ടേ നമ്മൾ കോൺക്രീറ്റ് ചെയ്യുള്ളൂ. പക്ഷേ കല്ലെടുത്ത് കളഞ്ഞിട്ടുണ്ട്, ആ കല്ല് അതുപോലെ തിരിച്ചു വെക്കണം. തിരിച്ചു വെച്ചില്ലെങ്കിൽ ഞങ്ങൾ കോൺക്രീറ്റ് ചെയ്യും. അതവർക്ക് കൂടുതൽ പ്രകോപനമായി. ഈ കല്ല് എടുത്തു കളഞ്ഞ ആൾ ആ സമയത്ത് പോവുകയും ചെയ്തു. പിന്നെ വാക്കുതർക്കത്തിലേക്കാണ് പോയത്. ഏതായാലും ഇപ്പോൾ എന്നോട് സംസാരിച്ചത് സുജിത്താണ്. സുജിത്ത് എല്ലാ രേഖകളുമായിട്ട് തന്നെയാണ് നമ്മളോടൊപ്പം തന്നെ സംസാരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ അമ്പലത്തിൻ്റെ സെക്രട്ടറി അല്ലെങ്കിൽ ഭാരവാഹികളും ഒക്കെ അവരുടെ കയ്യിലും കുറച്ച് ഡോക്യുമെന്റ്സ് നമ്മളോട് പറയുകയാണ്. ഏതായാലും ഇത്രയും വലിയ തർക്കങ്ങൾ അല്ലെങ്കിൽ ഒരു ഭൂമിയിലൂടെ സാധാരണക്കാരായ അല്ലെങ്കിൽ ദളിതരായ പട്ടികജാതിക്കാരായ ആൾക്കാരോട് ഇത്തരത്തിൽ വലിയ രീതിയിൽ ഒരു വേർതിരിവ് കാണിക്കുന്നു എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ വാർത്തകൾ വരുന്നത്. ഇത്തരം വാർത്തകളൊക്കെ അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങളൊക്കെ ഇന്നത്തെ കാലത്ത് നിലനിൽക്കുന്നു എന്നുള്ളത് ഏറ്റവും സങ്കടകരമായ കാര്യമാണ്. ഏതായാലും ഈ സംഭവത്തിൽ വസ്തുത എന്താണെന്നുള്ള കാര്യം നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയൊന്നുമല്ല, ശരിക്കും ഇതിൻ്റെ വാസ്തവം എന്താണെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നത്. ഏതായാലും എല്ലാ കാര്യങ്ങളും നല്ലതായി തന്നെ ഭവിക്കട്ടെ. ഇവർക്ക് വഴി കൊടുക്കാനുള്ള അല്ലെങ്കിൽ വഴി വിട്ടുകിട്ടാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും സർക്കാരിൽ നിന്നുണ്ടാവട്ടെ. അതിനുവേണ്ടി ഏതറ്റം വരെ പോകാൻ ഇവർ തയ്യാറാണെന്നും പറയുന്നു. അതിൻ്റെ എല്ലാ നിയമ നടപടികളും ഇവർക്കും അനുകൂലമായി വരട്ടെ. എല്ലാ മനുഷ്യരും സന്തോഷത്തോടെ സമഭാവനയോട് കൂടി ഒന്നായി പോകാനല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ക്യാമറമാൻ അഗ്നി ജ്വലിനൊപ്പം ബിൽവരിത്സൻ, വിസ്മയ ന്യൂസ്.